മറ്റുള്ള വിഷയം നാം ഏറ്റെടുക്കണം. കൃപയാൽ അനേക ഹൈന്ദവർ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലാണ് ഞങ്ങൾ കഴിഞ്ഞ 17 വർഷമായി ശുശ്രൂഷ ചെയ്യുന്നത്. സ്തോത്രം. അനേക പുതിയ വേലസ്ഥലങ്ങൾ എടുത്ത് പ്രവർത്തിച്ച് കഴിഞ്ഞ നാളുകളിൽ ദൈവവേലയിലായിരിക്കും. കാട്ടാക്കട, നെടുമങ്ങാട്, പൊടിയൂർ തീരപ്രദേശം ആയതുപോലെ ഇപ്പോൾ ഞങ്ങൾ സ്തോത്രം പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ അടുക്കൽ മുടവൻമുകൾ എന്ന സ്ഥലത്താണ് 1 വർഷമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ശക്തമായ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈന്ദവരായി തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് മുടവൻമുകൾ അഥവാ പൂജപ്പുര സെൻട്രൽ ജയിലിന്റെ ഭാഗം. ശക്തമായ പ്രതികൂലങ്ങൾ വിവിധ നിലകളിൽ ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ നടുവിലും പ്രാർത്ഥനകൾക്ക് ദൈവം ജീവിക്കുന്നു. ഞങ്ങൾ ഓർക്കുന്നു, നെടുമങ്ങാട് ആ പ്രദേശത്ത് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഗുണ്ടകളുടെ ഒരു പ്രദേശമായിരുന്നു കളത്ര എന്ന സ്ഥലം. സ്തോത്രം. 6 വർഷം ആ പ്രദേശത്ത് കൃപയാൽ പ്രവർത്തിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഏതാണ്ട് 5 മണി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു കളത്ര എന്ന് പറയുന്ന നെടുമങ്ങാട്. സ്തോത്രം. എന്നാൽ സുവിശേഷം ഒരു ദേശത്ത് കടന്നു ചെല്ലുമ്പോൾ ആ ദേശത്തിന് വ്യത്യാസം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അനേക മദ്യപാനികൾ, അനേക സ്തോത്രം ആത്മഹത്യയ്ക്ക് വേണ്ടി ഓടിയവർ, അതുപോലെ പൈശാചിക അടിമത്തത്തിലായിരുന്ന അനേകർ, ഏതാണ്ട് 150ഓളം പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിന് ദൈവം ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി നേരിൽ കാണുവാൻ ദൈവം ഭാഗ്യം തന്നു. ദശക്കണക്കിന് ഭൂതങ്ങൾ പുറത്തു പോകുന്നത് കണ്ടുകൊണ്ട് കാണുവാൻ കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളായിരിക്കുന്ന സ്ഥലവും ഒരു ചെറിയ പ്രവർത്തന സ്ഥലമാണ്. എന്നാൽ ശക്തമായ എതിർപ്പുള്ളതുകൊണ്ട് സ്തോത്രം ഞങ്ങൾക്ക് വല്ലാത്ത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എങ്കിലും കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ല. അടുക്കൽ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് ദീർഘമായി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. ഞങ്ങൾക്ക് വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരുന്നെങ്കിലും ശക്തമായ ഉപവാസവും പ്രാർത്ഥനയും ഈ കഴിഞ്ഞ നാളുകൾ നടന്നതിന്റെ വെളിച്ചത്തിൽ ഈ കഴിഞ്ഞ 8 മാസം കൊണ്ട് ആ ക്ഷേത്രം കൂട്ടപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. ആ ക്ഷേത്രത്തിലെ പൂജ നടത്തിക്കൊണ്ടിരുന്ന, ക്ഷേത്രത്തിൽ തുള്ളിക്കൊണ്ടിരുന്ന ആ വ്യക്തിയുടെ ജ്യേഷ്ഠന്റെ ഭാര്യ അരയ്ക്ക് താഴെ തളർന്ന ഒരു വ്യക്തിയായിരുന്നു. അനേക പൊങ്കാലകളും അനേക നേർച്ച കാഴ്ചകളും പള്ളികളിൽ കടന്നുപോയി പ്രാർത്ഥിച്ചിട്ട് അവർക്ക് സൗഖ്യമായില്ല. എന്നാൽ യേശു അവരെ സൗഖ്യമാക്കി. ഇന്നവർ കുടുംബമായി സ്തോത്രം, അവരുടെ കുഞ്ഞുങ്ങൾ 2 പേരും ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്ന ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുടുംബത്തിൽ പലരും ആലയത്തിലേക്ക് ഇന്നും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവർ കൂടെയുണ്ട്. ദൈവത്തിനൊരു കാര്യം അസാധ്യമായില്ല. സ്തോത്രം. സെഖര്യാവിനെയും എലിസബത്തിനെയും ഓർത്തവനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ ഓർക്കുവാൻ ശക്തനാണ്. കാലങ്ങൾ കഴിഞ്ഞാലും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉറപ്പുള്ളതാണ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനായി കൂടെയുണ്ട്. മറിയുടെ ജീവിതത്തിലും നാം ചിന്തിച്ചാൽ അനേക കാര്യങ്ങൾ പറയുവാനുണ്ടെങ്കിലും സമയം മുമ്പില്ലാത്തതുകൊണ്ട് പറയട്ടെ. മറിയോടുള്ള ബന്ധത്തിൽ തിരുവെഴുത്തിൽ ഇങ്ങനെ കാണുന്നു, ദൈവത്തിന്റെ കൃപ ലഭിച്ചവളായിരുന്നു മറിയ. സ്തോത്രം. ഹല്ലേലൂയ. അവളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാക്കപ്പെട്ടു. മശിഹായെ ഭൂമിയിലേക്ക് ദൈവത്തിന് പിതാവായി ദൈവം അയക്കുവാൻ ഒരു പാത്രമായി ദൈവം അവളെ ഉപയോഗിക്കപ്പെട്ടു, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം അവളെ തിരഞ്ഞെടുത്തു. ഈ അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. സ്തോത്രം. അവർ 3 പേരുടെ മേലും
ദൈവത്തിന്റെ അഭിഷേകം ദൈവം പകരുന്നു. അവർ 3 പേരും പ്രവചിക്കുന്നവരായി മാറിയെന്ന് ഈ അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവരിൽ ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു കാലത്തെ പോലും വ്യത്യാസം വരുത്തിക്കൊണ്ട്, ഒരു കാലഘട്ടത്തിന് മാറ്റം വരുത്തിക്കൊണ്ട് ദൈവപ്രവൃത്തി അവരിലൂടെ തികയ്ക്കാൻ ആരംഭിക്കാൻ ദൈവം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവരിലൂടെ ആരംഭിച്ച് അവർ ശുശ്രൂഷയ്ക്കായി മുന്നോട്ട് പോകുന്നതായി കാണുവാൻ സാധിക്കുന്നു. എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. കൃപയാൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വളർത്തപ്പെടുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. എന്റെ സ്വദേശം പുനലൂരാണ്. എന്റെ 15-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ കൽപ്പനയനുസരിപ്പാൻ, തുടർന്ന് 17-ാമത്തെ വയസ്സിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും ടെക്നിക്കൽ ഫീൽഡും കഴിഞ്ഞിട്ട്, ഹല്ലേലൂയ, പഠിത്തം കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹി ജോലിക്കായി കടന്നുപോയി. കർത്താവിന്റെ വേലയ്ക്കുള്ള വിളി 12-ാമത്തെ വയസ്സിലുണ്ടായെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അതിനെ വെറുത്ത് അതിനെ മറുതലിച്ച് ഞാൻ മുമ്പോട്ട് പോയി. എന്നാൽ ശക്തമായി ദൈവം എന്നെ സന്ദർശിച്ചു. ഞാൻ രോഗിയായി, രോഗത്തിലൂടെയാണ് ദൈവം എന്നെ വേലയ്ക്കായിട്ട് കൊണ്ടുവരുവാനിടയായത്. 89-ൽ, സ്തോത്രം, ഞാൻ പറഞ്ഞില്ല, 89 മാർച്ച് മാസം 13-ാം തീയതി രാത്രി എന്റെ മുറിക്കകത്തിരിക്കുമ്പോൾ ദൈവസഭ കേൾക്കുവാനിടയായി. ആ ശബ്ദത്തിന് മുമ്പാകെ ഞാൻ എന്നെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആ സ്പോട്ടിൽ കർത്താവിന് അത്ഭുത രോഗസൗഖ്യം തന്നു. തുടർന്ന് 3 വർഷക്കാർ ദൈവനെ പഠിക്കുവാൻ കർത്താവിനെ സഹായിച്ചു. ഇപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് സ്തോത്രം, തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ, സ്തോത്രം, ഭാഷ, അതേ വിവിധ ജാതിക്കാരുടെ നടുവിൽ ഞങ്ങൾ കർത്താവിനെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേക പരസ്യങ്ങള്, അനേക ഹൗസ് വിസിറ്റിങ്ങള്, കവല പ്രസംഗങ്ങള്, സ്തോത്രം, ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അനേകയിടങ്ങളിൽ ഞങ്ങൾ തച്ചോട്ടുകാവ് പ്രവർത്തിക്കുമ്പോൾ 3 ക്ഷേത്രത്തിന്റെ നടുക്കാണ് ഞങ്ങൾ പ്രവർത്തിക്കുവാനിടയായത്. ആ കാവിനോട് ചേർന്ന്, ആ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ കൺവെൻഷൻ നടത്തുവാൻ ദൈവമായി കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന്റെ പ്രവൃത്തി ഈ നാളുകളിൽ ദൈവം അയച്ചുകൊണ്ടിരിക്കുന്നു. അനേക, സ്തോത്രം, പൂജാരിമാരുടെ ഭവനങ്ങൾ, അനേക ബ്രാഹ്മണന്റെ ഭവനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കടന്നു പോകുവാനും പ്രാർത്ഥിക്കുവാനും സുവിശേഷം അറിയിക്കുവാനും കർത്താവ് ഞങ്ങളെ കുടുംബമായി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായി ദാനമായി 2 കുഞ്ഞുങ്ങളെ നൽകി തന്നു. മോന് 16 വയസ്സ് പ്രായമുണ്ട്, മോക്ക് 13 വയസ്സ് പ്രായമുണ്ട്. വിശേഷാൽ മോനോട് കുടുംബത്തോടും നിങ്ങളെല്ലാവരോടും ഒരുമിച്ച് ഈ ആരാധനയെ പങ്കെടുക്കുവാൻ ഇടയായി എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ശക്തമായ എതിർപ്പുകളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ദൈവം നിലനിർത്തുവാൻ ആവശ്യമായ കൃപ. അനേക അനർത്ഥങ്ങൾ, അപകടങ്ങൾ. കഴിഞ്ഞ 2 വർഷം മുമ്പ് വലിയൊരു കാർ ആക്സിഡന്റിൽ എന്റെ ഭാര്യ ലോകത്തിൽ മാറ്റപ്പെട്ടു പോകേണ്ടതായിരുന്നു. എന്നാൽ അവിടെയും പോരാട്ടത്തിന്റെ മധ്യം നിൽക്കുവാൻ ദൈവം ആവശ്യമായ കൃപ നൽകി. ഒരിക്കൽ വലിയൊരു ആക്സിഡന്റ് ബസ്സിനകത്ത് നേരിട്ടിട്ട് എന്റെ ഭാര്യയുടെ പൊട്ടലുണ്ടായി. 2 പ്രാവശ്യം ഒരിക്കൽ ട്രെയിനിൽ വെച്ചുണ്ടായി. പല അനർത്ഥങ്ങളുടെ നടുവിലും തമ്പുരാൻ നിലനിർത്തി. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ മിടുക്കല്ല, ദൈവം തന്ന കൃപ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നു, തീരപ്രദേശത്ത് മദ്യപാനികളുടെ നടുവിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കൽ ആലയത്തിന്റെ വാർപ്പിന്റെ അതേ 2 ദിവസം മുമ്പ് ആണ് ഞങ്ങൾക്ക് കാർ ആക്സിഡന്റ് ആകുവാനിടയായത്. ആമേൻ, സ്തോത്രം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. നാം വായിച്ചതുപോലെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായില്ലല്ലോ. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. വിശ്വസിക്കുന്ന ദൈവമക്കളെ, നമ്മെ കൊണ്ട് തികയ്ക്കാൻ കഴിയാത്തത്, നമ്മെ കൊണ്ട് നിവർത്തിക്കാൻ കഴിയാത്തത് നമ്മുടെ തലമുറയെ കൊണ്ട് നിവർത്തിക്കുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ കാലം കഴിഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തം അത് ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. അവൻ വിശ്വസ്തനായി കൂടെയുണ്ട്, അവൻ വാക്ക് മാറാത്തവനായി കൂടെയുണ്ട്, അവൻ ശക്തൻ തന്നെയാണ്. ഹല്ലേലൂയ. അതേ ശലോമോൻ പറഞ്ഞതുപോലെ എല്ലാറ്റിനും ഒരു സമയമുണ്ട്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും ഈ ദൈവത്തോട് പ്രാർത്ഥിച്ച ആ സമയമാകുമ്പോൾ ദൈവം ആ കാര്യം നിവർത്തിച്ചു തരും. ഇന്ന് പകൽക്കാലം വിഷയത്തിന് മുമ്പിലാണ് ദൈവം കാലം അടക്കി പ്രാർത്ഥിക്കുന്നത്, നീ തലമടക്കിയിരിക്കുന്നത്, നിന്റെ ഹൃദയം വേദനിക്കുന്നത്. ആ വിഷയത്തിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു, ദൂത്